ജലവൈദ്യുതിക്ക് ഉൽപാദന ചെലവ് യൂണിറ്റിന് ₹1 മാത്രം. എന്നിട്ടും 4500 മെഗാവാട്ടിലേറെ ശേഷിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. അനുമതി ലഭിച്ചതും വഴിയിൽ മുടങ്ങിയതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യൂണിറ്റിന് ₹10 വരെ വിലയുള്ള സ്വകാര്യ വൈദ്യുതിയോടാണ് KSEBിക്ക് താൽപര്യം. വൈദ്യുതി വാങ്ങൽ മാഫിയാണ് ഇതിന് പിന്നിൽ. അമിത ബില്ലിന്റെ ഭാരം ചുമക്കാൻ ജനജീവിതം പിന്നെയും ബാക്കിയാകുന്നു. സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 41% സ്വകാര്യ നിലയങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ്. കൂടുതൽ വാങ്ങാൻ വർഷാവർഷം റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി നേടിയെടുക്കും. 8,823 കോടി രൂപയാണ് സ്വകാര്യ വൈദ്യുതിക്ക് വർഷം ചെലവ്. 800 മെഗാവാട്ടിന്റെ ഇടുക്കി രണ്ടാം ഘട്ടത്തിന് കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി കിട്ടിയത് 1 വർഷം മുൻപാണ്. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല. 300 മെഗാവാട്ടിന്റെ മുഴിയാർ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാട്ടിയിട്ടും അനക്കവുമില്ല. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വിദഗ്ധ സമിതി നിർദ്ദേശിച്ച 3000 മെഗാവാട്ടിന്റെ പബ്ഡ് സ്റ്റോറേജ് പദ്ധതിക്കും സർക്കാർ അനുമതി നൽകി. വൈദ്യുതി ഉൽപാദന ശേഷം ഇപ്പോൾ ഒഴുകിക്കളയുന്ന ജലം ശേഖരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നതാണ് പബ്ഡ് സ്റ്റോറേജ്. പബ്ഡ് സ്റ്റോറേജിലൂടെ ഇടുക്കിയിൽ 700, പള്ളിവാസലിൽ 600, മുതിരപ്പുഴയിൽ 100, പലകപ്പാണ്ടിയിൽ 150, സീതാർകുന്നൽ 400, ചാലിയാറിൽ 360, അമൃതപ്പമ്പയിൽ 300, മറയൂരിൽ 160, ഇടമലയാറിൽ 180 മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാം. 96 ചെറുകിട പദ്ധതികളുടെ ലക്ഷ്യം എന്താണെന്നാൽ വൈദ്യുതി മന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം കൊണ്ട് മാത്രം കഴിഞ്ഞ 3 വർഷത്തിനിടെ ചില കുഞ്ഞു പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മെഗാവാട്ടിന്റെ അപ്പർ കല്ലാർ, 24ന്റെ പെരിങ്ങൽകുത്ത്, 6ന്റെ പെരുവണ്ണാമൊഴി, 8ന്റെ അനക്കാംപോയിൽ, 4ന്റെ അരിപ്പാറ, 6 മെഗാവാട്ടിന്റെ ചാത്തൻകോട്ടുതുറ എന്നിവയാണ് അവ. കൂടാതെ വൈദ്യുതിക്ക് ജൂണിലും യൂണിറ്റിന് 19 പൈസ സർചാർജ് തുടരും. KSEB നിശ്ചയിച്ച 10 പൈസയും റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ അനുവദിച്ച 9 പൈസയും ചേർന്നാണ് ഇത്. മെയിലും യൂണിറ്റിന് 19 പൈസ ഈടാക്കിയിരുന്നു. ഏപ്രിലിൽ വാങ്ങിയ വൈദ്യുതിക്ക് അധികം നൽകേണ്ടി വന്ന 26.55 കോടി ഈടാക്കാനാണ് 10 പൈസ ചുമത്തുന്നത്. കൂടാതെ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായ തീവ്ര മഴയിലും കാറ്റിലും ബോർഡിന് കനത്ത നാശനഷ്ടമുണ്ടായതായി KSEB അറിയിച്ചിരിക്കുകയാണ്. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 895 HT പോസ്റ്റുകളും 6230 LT പോസ്റ്റുകളും തകർന്നു. മരങ്ങളും മരച്ചില്ലകളും വീണതിനെ തുടർന്ന് 6230 ഇടങ്ങളിൽ LT ലൈനുകളും 895 ഇടങ്ങളിൽ ST ലൈനുകളും പൊട്ടിവീണു. 185 ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും KSEB ജീവനക്കാർ സത്വരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊഴികെ സമയബന്ധിതമായി തന്നെ വൈദ്യുതി നൽകാൻ സാധിച്ചിരുന്നിട്ടുണ്ട്. ഭൂരിഭാഗം പരാതികളും ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞുവെന്നും വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി തകരാർ സംഭവിക്കുമ്പോൾ ഒരു പ്രദേശത്താകെ വൈദ്യുതി വിതരണം നിർവഹിക്കുന്ന 11 KV ലൈനുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും തകരാറുകൾ പരിഹരിക്കുന്നതിനായിരിക്കും മുൻഗണന. തുടർന്ന് LT ലൈനുകളിലെ തകരാറുകളും പരിഹരിക്കും. അതിനുശേഷം മാത്രമാണ് വ്യക്തിഗത പരാതികൾ പരിഹരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂടാതെ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി വിതരണത്തിൽ തടസ്സം ഉണ്ടാകുന്നുണ്ട്. കാറ്റിലും മഴയിലും വൃക്ഷങ്ങളും വൃക്ഷശിഖരങ്ങളും ലൈനിൽ വീഴുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇത്തരം സാഹചര്യത്തിൽ മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ വലിയ ജാഗ്രത വേണം. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോകുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. മറ്റാരെയും സമീപത്തേക്ക് പോകാൻ അനുവദിക്കുകയും അരുത്. ഇത്തരം അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തന്നെ തൊട്ടടുത്ത KSEB സെക്ഷൻ ഓഫീസിലോ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കേണ്ടതുണ്ട്. അപകടങ്ങൾ അറിയിക്കാൻ മാത്രമുള്ള എമർജൻസി നമ്പറാണ് ഇത്. വൈദ്യുതി സംബന്ധമായ പരാതി അറിയിക്കാനും വിവരങ്ങൾ അറിയിക്കാനും സേവനങ്ങൾ തേടാനും 1912 എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതുമാണ്. കൂടാതെ 9490001912 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ വാട്സ്ആപ്പ് സന്ദേശം അയച്ചും പരാതി അറിയിക്കാനാകുമെന്നും KSEB അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.